പ്രധാനമന്ത്രി വിളിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ പൊതുബജറ്റിന് മുന്നോടിയായി സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അജണ്ട തയ്യാറാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കും. ഡൽഹിയിൽ ശാരദാ മുരളീധരൻ എത്തിക്കഴിഞ്ഞു. മനു ഭാരത് ചേരുന്നു. മനു, ബജറ്റിന് മുന്നോടിയായുള്ള ചില ചർച്ചകളാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ചീഫ് സെക്രട്ടറിമാരോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മനു ഭാരത് വിവരങ്ങൾ പങ്കുവെക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാരെ പ്രധാനമന്ത്രി കാണും എന്നുള്ള വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ബജറ്റിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മനു? രഞ്ജിത്ത്, ഇത് നാലാമത്തെ ഒരു കോൺഫറൻസാണ് ഇത്തരത്തിൽ നടക്കുന്നത്. നേരത്തെ ആദ്യം ധർമ്മശാലയിലാണ് ചീഫ് സെക്രട്ടറിമാരുടെ ആദ്യ യോഗം നടന്നത്. അതിനുശേഷം തുടർ വർഷങ്ങളിൽ നാലാമത്തെ തവണയാണ് ചീഫ് സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടന്നത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക വികസനം, രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ കുറെ കൂടി ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. 2 ദിവസത്തെ ഒരു സമ്മേളനമാണ് നടക്കുന്നത്. ഡിസംബർ 14, അതായത് ഇന്നും നാളെയുമായി ഈ യോഗത്തിൽ പ്രത്യേകിച്ച് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നത് ഒരു പ്രധാന വിഷയമാണ്. അത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ യോഗം പ്രധാനമായും മുന്നോട്ട് പോകുന്ന. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള സാമ്പത്തിക വളർച്ച എങ്ങനെ സാധ്യമാകും എന്നതാണ് ഈ ദിവസങ്ങളിൽ ചർച്ചയാകുക. ഇതിൽ ചില പ്രധാന വിഷയങ്ങൾ പ്രത്യേകിച്ച് ഊന്നി പറയുന്നുണ്ട്. 6 സുപ്രധാന വിഷയങ്ങളാണ് എടുക്കുന്നത്. ഒന്ന്, ഈ ഉൽപ്പാദന മേഖല എങ്ങനെ ശക്തിപ്പെടുത്താം, അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖല എങ്ങനെ ശക്തിപ്പെടുത്താം, സർവീസ് സെക്ടർ സേവന മേഖല ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച്, ഒപ്പം നഗരവികസനം, റിന്യൂവബിൾ എനർജി എന്ന ഊർജോൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായി മറ്റ് മേഖലകളിൽ എങ്ങനെ വികസനം ഉണ്ടാക്കാം എന്ന് തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ട്. 4 പ്രത്യേക സെഷനുകൾ നടക്കും. അതിലേറ്റവും സുപ്രധാനമായത് വികസിത് ഭാരത് എന്ന സെഷനാണ്. കാരണം പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു ആസൂത്രണമാണ് നടത്തേണ്ടത്. സ്വാഭാവികമായും മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.